ഡെസ്റ്റിനേഷൻ ഡയറീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മഴക്കാലമായതോടെ വീണ്ടും സജീവമായി ഇടുക്കി ജില്ലയിലെ രാജാക്കാടിന് സമീപത്തുള്ള കുത്തുങ്കൽ വെള്ളച്ചാട്ടം. ജില്ലയിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയായ കുത്തുങ്കൽ അണക്കെട്ടിന് സമീപം വനമധ്യത്തിൽ മനോഹരമായി നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം. ഇടുക്കിയുടെ അതിരപ്പിള്ളി എന്നാണ് കുത്തുങ്കൽ വെള്ളച്ചാട്ടം പൊതുവെ അറിയപ്പെടുന്നത്. 2001 ഇൻഡസിൽ കമ്പനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചതോടെ കുത്തുങ്കൽ വെള്ളച്ചാട്ടം വറ്റിവരണ്ടു. പിന്നീട് ഇതേ പദ്ധതിയുടെ ഭാഗമായി പന്നിയാർ പുഴയിൽ ചെറിയ അണക്കെട്ട് നിർമ്മിച്ചു. ഇതോടെ നേരിയ രീതിയിൽ മാത്രമാണ് കുത്തുങ്കലിൽ വെള്ളം ഒഴുകിയിരുന്നത്. സാധാരണയായി മഴക്കാലത്ത് മാത്രമാണ് കുത്തുങ്കൽ സജീവമാകുന്നത്. മഴക്കാലത്ത് അണക്കെട്ട് നിറയുന്നതോടെ വെള്ളം തുറന്നുവിടുമ്പോൾ കുത്തുങ്കൽ വെള്ളച്ചാട്ടം സജീവമാകും. ഒറ്റനോട്ടത്തിൽ അതിരപ്പിള്ളിയോട് ഏറെ സാമ്യം തോന്നുന്ന വെള്ളച്ചാട്ടമാണിത്. പാറക്കെട്ടുകളിലൂടെ ഏകദേശം 30 മുതൽ 40 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം അതിമനോഹരമായ കാഴ്ചയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുക. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തുള്ള വെള്ളത്തിൽ സഞ്ചാരികൾക്ക് ഇറങ്ങാൻ സാധിക്കും. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും വിശ്രമിക്കാനും ഏറെ അനുയോജ്യമായ ഒരിടമാണിത്. സാഹസിക വിനോദസഞ്ചാരികൾക്ക് ട്രക്കിങ്ങിനും ഇവിടെ അവസരമുണ്ട്. മഴക്കാലമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഇവിടേക്ക് എത്തുന്നവർ സുരക്ഷിതമായി കാഴ്ചകൾ ആസ്വദിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പാറകൾക്ക് വഴുക്കലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. എങ്ങനെ എത്തിച്ചേരാമെന്ന് നമുക്ക് നോക്കാം. രാജാക്കാട് നിന്ന് ഏകദേശം 6 കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് 24 കിലോമീറ്ററും അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കുമളിയിൽ നിന്ന് നെടുകണ്ടം വഴി ചെമ്മണ്ണാർ എത്തി 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുത്തുങ്കലിലെത്താം. നേര്യമംഗലത്ത് നിന്ന് അടിമാലിയിലൂടെ രാജാക്കാടെത്തി 5 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഇവിടേക്ക് എത്താൻ സാധിക്കും. മൂന്നാറിൽ നിന്ന് തേക്കുപാറ, ആനച്ചാൽ, കുഞ്ചിത്തണ്ടി വഴിയും രാജാക്കാടെത്താം. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഡയറീസിലെ കുത്തുങ്കൽ വെള്ളച്ചാട്ടത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഡയറീസുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.